ഈശോ സിനിമ കോടതി വിധി മാനിക്കുന്നു. പക്ഷേ ഈശോ എന്ന പരിപാവന നാമം ഒരു സിനിമയ്ക്ക് ഇടുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഇന്ന് കോടതി തള്ളുകയുണ്ടായി. അതിന് കോടതി പറഞ്ഞ കാരണം ഒരു ദൈവത്തിന്റെ പേര് ഇടുന്നു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ മാത്രം ആ വിഷയത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ്. എല്ലാ കാലത്തും അതത് രാജ്യങ്ങളിൽ നിലനിന്ന നിയമവ്യവസ്ഥയോട് ചേർന്ന് നിന്നാണ് ക്രൈസ്തവ സമൂഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനാൽ ഈ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച കോടതി വിധിയെ ക്രൈസ്തവ സമൂഹം മാനിക്കുന്നു, അംഗീകരിക്കുന്നു. പ്രത്യേകം ഓർക്കുക, ഈശോ എന്ന പേര് സിനിമയ്ക്ക് ഇടാമെന്നോ ഇടരുതെന്നോ കോടതി പറഞ്ഞിട്ടില്ല. പ്രഥമ ദൃഷ്ട്യ ഒരു നിയമലംഘനം കാണാത്തതുകൊണ്ട് കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ക്രൈസ്തവ സമൂഹം ഒരിക്കൽ പോലും ഈശോ എന്ന പേര് ഒരു സിനിമയ്ക്ക് ഇടുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈശോ എന്ന പേര് കേവലം കച്ചവട താല്പര്യം മാത്രം മുന്നിൽ കണ്ട് ഒരു സിനിമയ്ക്ക് നൽകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അക്കാര്യം തന്നെ ആവർത്തിക്കുന്നു. ഇതൊരു നിയമപ്രശ്നമല്ല, പക്ഷേ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ മനസ്സുകളെ മുറിവേൽപ്പിക്കുന്ന വിഷയമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈശോ എന്ന വ്യക്തി അവർക്ക് എല്ലാമാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവർക്ക് സ്വന്തം ജീവനേക്കാൾ വലുതാണ്. അവരെ സംബന്ധിച്ച് ഈശോ എന്നത് സ്വർഗം നേരിട്ട് വെളിപ്പെടുത്തിയ നാമമാണ്, ദൈവത്തിന്റെ ഏകപുത്രന്റെ നാമം. ആ വിശുദ്ധ നാമത്തെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന ഒറ്റ ഉദ്ദേശത്തിൽ ഒരു സിനിമയ്ക്ക് ഇടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ നാമത്തെ അവഹേളിക്കൽ തന്നെയാണ്. അതൊരു നിയമലംഘനം ആകണമെന്നില്ല. പക്ഷേ ഒരു വിഭാഗം വിശ്വാസികളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തൽ തന്നെയാണ്. ഒരു സിനിമാ പേരിനെതിരെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധങ്ങൾ. കഴിഞ്ഞ 10 വർഷമായി മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ അവഹേളനത്തിനെതിരെ കൂടിയാണ് ക്രൈസ്തവർ പ്രതിഷേധിച്ചത്. ഒരു സമുദായത്തിന്റെ കെട്ടുറപ്പിന്റെയും നിലനിൽപ്പിന്റെയും പ്രധാന ഘടകങ്ങളിലൊന്ന് അതിന്റെ വിശ്വാസ സത്യങ്ങളാണ്. ആ വിശ്വാസ സത്യങ്ങളെ അവഹേളിക്കുവാനും അതിന്റെ കടയ്ക്കൽ കോടാലി വെക്കുവാനും ശ്രമിച്ചാൽ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത്? ഈശോ എന്ന നാമം കച്ചവട താല്പര്യത്തോടെ ഒരു വാണിജ്യ സിനിമയ്ക്ക് ഇട്ടതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ നൽകുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് ക്രൈസ്തവ സമൂഹം തുടരുക തന്നെ ചെയ്യും. ഈശോ എന്ന പേര് സിനിമയ്ക്ക് ഇടാമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരു കാര്യം ഇപ്പോഴത്തെ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും കോടതി വിധികളെക്കാൾ മതവിശ്വാസികളുടെ വികാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണല്ലോ ശബരിമല വിഷയം കേരള സർക്കാരിനെ ഓർമ്മിപ്പിച്ചത്. ക്രൈസ്തവ സമൂഹത്തിന്റെയും നിലപാട് അതുതന്നെയാണ്. നിയമപാലനത്തോടൊപ്പം മതവിശ്വാസികളുടെ വികാരങ്ങൾ വ്രണപ്പെടാതെ കൂടി നോക്കേണ്ടതും ഒരു സർക്കാരിന്റെ കടമയാണ്. വൈകിയാണെങ്കിലും ശബരിമല വിഷയത്തിൽ സർക്കാർ കാണിച്ച ആ വിവേകം ഈശോ സിനിമ വിഷയത്തിലും സർക്കാർ കാണിക്കണം. സെൻസർ ബോർഡിനോ നിർമ്മാതാക്കൾക്കോ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഈ വിഷയം പരിഹരിക്കുവാൻ മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് ക്രൈസ്തവ സമൂഹത്തിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ന് കോടതി പുറപ്പെടുവിച്ച വിധി ഈ വിഷയത്തിൽ ഒരു അന്തിമ പരിഹാരമല്ല. കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നതിന്റെ അർത്ഥം സർക്കാരിന് ഇടപെടാൻ അധികാരം ഇല്ല എന്നല്ല. ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഏതൊരു വിഷയത്തിലും അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടാം.